ശബരിമലയിലെ കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്ന സൂചന നൽകി നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട്. പൂശിയ സ്വർണം മാത്രമാണ് തട്ടിയെടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ജംഷഡ്പൂരിലെ ലാബാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് കൊല്ലം കോടതിയിൽ നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ശേഷം മാത്രമാണ്. കാരണം വലിയ രീതിയിൽ അന്വേഷണ പുരോഗതി വന്നിരുന്നത് പിന്നീട് സ്വാഭാവിക ജാമ്യവും മറ്റും പ്രതികൾക്ക് ലഭിക്കുകയും പിന്നീട് അന്വേഷണ പുരോഗതി തന്നെ വളരെ മന്ദഗതിയിലേക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ജംഷഡ്പൂരിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളിയിൽ നിന്നുള്ള ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയിൽ നിന്നുള്ള പൂശിയ സ്വർണ്ണമാണ് വേർതിരിച്ച് കൊള്ള നടത്തിയതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തന്നെ ഉയർന്നിരുന്ന ഒരു പ്രധാന ആക്ഷേപം അല്ലെങ്കിൽ കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പവും ഇവിടെ നിന്നും സ്വർണ്ണം പൂശാൻ എന്ന വ്യാജേന കൊണ്ടുപോവുകയും തിരികെ എത്തിച്ചത് മറ്റൊരു പാളികളാണ് എന്നായിരുന്നു തുടക്കത്തിൽ നിലനിന്നിരുന്ന സംശയം. പക്ഷേ അത് അങ്ങനെയല്ല. സ്വർണം അവിടെ നിന്നും പൂശിയ സ്വർണം വേർതിരിച്ചെടുത്ത് അതിൽ നിന്നാണ് കൊള്ള നടത്തിയതെന്നാണ് ഇപ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും ഈ കൊള്ള നടത്തിയിട്ടുള്ള സ്വർണം അത് കണ്ടെത്തുക എന്നതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുൻപാകെ നിലനിൽക്കുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം കേസ് കോടതിയിലെത്തുമ്പോൾ ഈ ഒരു തൊണ്ടി മുതലാണ് പ്രധാനമായും തെളിവായി നിൽക്കുക. അത് കണ്ടെത്തിയില്ല എങ്കിൽ അത് പ്രധാന വെല്ലുവിളിയാകുകയും ചെയ്യും. പ്രത്യേകിച്ചും പ്രതികൾക്കടക്കം സ്വാഭാവിക ജാമ്യം ലഭിച്ച ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുക, മറ്റ് അവസാനഘട്ട അന്വേഷണം പൂർണ്ണമാക്കുക എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന് മുമ്പിലെ പ്രധാന വിഷയം. മാത്രമല്ല കുറ്റപത്രം ഏറ്റവും പെട്ടെന്ന് തന്നെ കൊല്ലം കോടതിയിൽ സമർപ്പിക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഹൈക്കോടതിയാണ് SITയെ നിയോഗിച്ചത്. മാറ്റാൻ സർക്കാരിന് അധികാരമില്ല. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതുവരെ നിർത്തിയില്ല. പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം എന്നുള്ളതുകൊണ്ട് നിയമോപദേശം നേടിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അല്ല, അത് തന്നെയാണ് പറഞ്ഞത്. മാറ്റാനുള്ള അധികാരം ഞങ്ങൾക്ക് ഇപ്പോഴില്ല. കാരണം ഹൈക്കോടതിയാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ പരിശോധിച്ചിട്ടേ തീരുമാനമെടുക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിലെ പോലീസ് റിപ്പോർട്ട് ഗൌരവത്തിലെടുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ക്ഷേത്രത്തിന് സർക്കാർ നൽകിയിരിക്കുന്ന ഫണ്ട് ഉൾപ്പെടെ സുതാര്യമായിരിക്കും. ഭരണസമിതി കണക്ക് പുറത്തുവിട്ടില്ലെങ്കിൽ സർക്കാർ അത് പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയം ഗവൺമെന്റ് കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യും. കാരണം ഒരു കാരണവശാലും ഒരു ക്ഷേത്ര സ്വത്തും അപഹരിക്കാൻ പാടില്ല, ആരാണെങ്കിലും. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൂടെ പരിശോധിച്ച് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.